2020 ഫെബ്രുവരി 15 ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനായെത്തിയ കെ സുരേന്ദ്രൻ 5 വർഷത്തെ പ്രവർത്തന കാലാവധിയിൽ പാർട്ടിക്ക് പ്രതീക്ഷിച്ച മുന്നേറ്റം കൈവരിക്കാനായില്ലെന്ന വിലയിരുത്തലിലായിരുന്നു പാർട്ടിക്കുള്ളിലെ പ്രവർത്തകരുടെ അഭിപ്രായം. ദേശീയ നേതൃത്വത്തിന്റെയും പ്രവർത്തകരുടെയും വലിയ പ്രതീക്ഷകളോടുകൂടിയായിരുന്നു സുരേന്ദ്രന്റെ സ്ഥാനാരോഹണം. പക്ഷേ സത്യത്തിൽ വോട്ട് ശതമാന വർധനയ്ക്കപ്പുറം സമ്മാനിക്കാനായതെന്താണ് എന്ന ചോദ്യം ശക്തമായി ഉയരുന്നു. ശബരിമല പ്രക്ഷോഭത്തിന്റെയും ജയിൽവാസത്തിന്റെയും പശ്ചാത്തലത്തിൽ രാഷ്ട്രീയപരമായി ഉയർന്ന സുരേന്ദ്രൻ പാർട്ടിക്ക് ജനപ്രീതി നേടുമെന്ന പ്രതീക്ഷ ഉണ്ടാക്കിയിരുന്നു. എന്നാൽ നേതൃപാടവത്തിൽ ചേരിതിരിവും വിഭാഗീയതയും മാത്രമാണ് വളർന്നതെന്നായിരുന്നു പ്രവർത്തകർ മുന്നോട്ട് വെച്ചത്. പാർട്ടിയിൽ തന്റെ അനുയായികൾക്കായി സ്ഥാനമാനങ്ങൾ കെ സുരേന്ദ്രൻ ഉപയോഗിച്ചെന്നും വിമർശനമുണ്ട്. സംസ്ഥാനത്തെ വോട്ട് ശതമാനത്തിൽ ബി.ജെ.പിക്ക് മുന്നേറ്റമുണ്ടായെങ്കിലും അത് വ്യക്തിപരമായി സുരേന്ദ്രന്റെ വിജയമെന്ന് കണക്കാക്കാനാകില്ലെന്നാണ് നേതൃത്വത്തിൽ പലരും അഭിപ്രായപ്പെട്ടത്. ചില മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ വ്യക്തിപരമായ ആകർഷണവും പ്രവർത്തന ശേഷിയുമാണ് വിജയത്തിൽ പ്രധാന പങ്ക് വഹിച്ചതെന്നും ആക്ഷേപമുയർന്നു. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയമാണ് ബി.ജെ.പിക്ക് ഏറ്റവും വലിയ പ്രതീക്ഷ നൽകിയത്. എന്നാൽ സുരേഷ് ഗോപി തന്നെ ഇത് വ്യക്തിപരമായ വോട്ടാണെന്ന് വ്യക്തമാക്കിയതും സുരേന്ദ്രന് തിരിച്ചടിയായെന്ന് വിലയിരുത്തപ്പെടുന്നു. അതേസമയം ദേശീയതലത്തിൽ വലിയ നാണക്കേടായ കൊടകര കുഴൽപ്പണ കേസും ഈ കാലഘട്ടത്തിലാണ് നടന്നത്. ഫണ്ടിംഗ് വിവാദം, കേസ് അന്വേഷണം, പാർട്ടിയുടെ ജനവിശ്വാസം, ഇതിനു പുറമെ തിരഞ്ഞെടുപ്പ് കേസുകൾ, മകന്റെ വിവാദ നിയമനം തുടങ്ങിയവ കൂടി ചേർന്ന് കടുത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത്. സുരേന്ദ്രന് ശേഷമുള്ള നേതാക്കൾക്ക് പാർട്ടി ദേശീയതലത്തിൽ സ്ഥാനങ്ങൾ നൽകിയതിന്റെ പശ്ചാത്തലത്തിൽ സുരേന്ദ്രന് എത്രമാത്രം സ്ഥാനം ലഭിക്കുമെന്നത് വ്യക്തമല്ല. അദ്ദേഹത്തിന് ഒരു പോസ്റ്റ് പോലും പാർട്ടി പ്രഖ്യാപിച്ചിട്ടില്ല. മുൻഗാമികളായ വി മുരളീധരൻ, കുമ്മനം രാജശേഖരൻ, ശ്രീധരൻ പിള്ള എന്നിവർക്ക് ലഭിച്ച സ്വീകാര്യത സുരേന്ദ്രന്റെ കാര്യത്തിലില്ല. സുരേന്ദ്രന്റെ കാലഘട്ടം പാർട്ടിക്ക് വോട്ടുകൾ നൽകിയെങ്കിലും ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തിയെന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലുള്ള പുതിയ നേതൃത്വം പാർട്ടിക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന പ്രതീക്ഷയിലാണ് പ്രവർത്തകർ.